തലൈവർ 171ന്റെ ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. രജനിയുടെ സ്റ്റൈലിഷ് ലുക്കിൽ വാച്ചിന്റെ ഹാൻഡ് കഫ് ഇട്ടൊരു പോസ്റ്റർ. ഡയറക്ടർ ലോകേഷ് കനകരാജ് ആയതുകൊണ്ട് വാച്ച് റോളക്സ് ആണോ എന്നും റോളക്സിന്റെ അച്ഛൻ ക്യാരക്ടറാണോ എന്നെല്ലാം കമന്റ്സ് വരുന്നുണ്ട്. പടത്തിന്റെ ടൈറ്റിൽ ടീസർ ഏപ്രിൽ 22 ഒഫീഷ്യലി പുറത്തുവിടും. ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വേട്ടയൻ മൂവിയുടെ ഷൂട്ട് പൂർത്തിയാക്കി ജൂണിൽ തലൈവർ 171ന്റെ ഷൂട്ട് ആരംഭിക്കും. അപ്പോൾ ലോകേഷ്, അനിരുദ്ധ്, തലൈവർ ഇവരുടെ കോമ്പിനേഷനിൽ ഒരു സംഭവം റെഡിയാവുന്നുണ്ട്. ഫാൻസുകാർക്ക് സർപ്രൈസ് ഷോക്ക് കൊടുത്ത് സൂര്യ 44 അപ്ഡേറ്റ്. ഇപ്പോൾ കിടിലൻ ലൈനപ്പുകളുള്ള ആക്ടറാണ് നടൻ സൂര്യ. കങ്കുവ കഴിഞ്ഞ് ബോളിവുഡിൽ കർണൻ, അത് കഴിഞ്ഞ് സുധാ കൊങ്കരപ്പട, വാടിവാസൽ, റോളക്സ്, അങ്ങനെ. ഇതിൽ വാടിവാസൽ ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് ഒരു ന്യൂസ് വന്നിരുന്നു. എന്നാൽ ഡയറക്ടർ വെട്രിമാരൻ വാടിവാസൽ പ്രൊജക്ട് ഓണാണെന്നും സൂര്യയും ആക്ടർ അമീറും 2 കാളകളെ പ്രൊജക്ടിന്റെ ഭാഗമായി വളർത്തുന്നുണ്ടെന്നും കാളകൾക്ക് ട്രെയിനിങ് ആരംഭിച്ചു എന്നും റീസെന്റായി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. എന്നാൽ സുധാ കൊങ്കരപ്പടം മേ ബി പോസ്റ്റ്പോണ്ട് ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ന്യൂസുകൾ. എന്നാൽ ഇതിനിടയിൽ സൂര്യ 44 അനൗൺസ് ചെയ്തു. കാർത്തിക് സുബ്രാജ് ഡയറക്ഷനിൽ 2D ആൻഡ് സ്റ്റോൺ ബെഞ്ച് പ്രൊഡക്ഷനിൽ വരുന്ന സൂര്യ 44 ലവ് ലോഫ്റ്റർ വാർ എന്നാണ് ഒഫീഷ്യലി പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ കാർത്തിക് സുബ്രാജ് സൂര്യ പടത്തിനായി കാത്തിരിക്കാം. തളപതിയുടെ ഗോട്ട് മൂവിയുടെ പുതിയ അപ്ഡേറ്റ് ഉടനുണ്ടാവുമെന്ന് ഡയറക്ടർ വെങ്കട് പ്രഭു. ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും അല്ലാതെ മൂവി ക്രൂവിന്റെ ഭാഗത്ത് നിന്ന് വേറെ അപ്ഡേറ്റുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ തളപതി പടത്തിന്റെ ഷൂട്ടിനായി തിരുവനന്തപുരത്തെത്തിയതും ഇവിടെ ഫാൻസിനെ മീറ്റ് ചെയ്തതുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വെങ്കട് പ്രഭു തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ഗോട്ടിന്റെ അപ്ഡേറ്റ് തരാൻ താൻ വൈകിയിട്ടുണ്ടെന്ന് അറിയാമെന്നും ഉടൻ തന്നെ ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കാമെന്നും. മേ ബി അതൊരു ഫസ്റ്റ് സിംഗിൾ ആവാം, അല്ലെങ്കിൽ ടീസർ ആവാം. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അപ്ഡേറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൽഹാസൻ മണിരത്നം ചിത്രം തഗ് ലൈഫിൽ ഒരു പ്രധാന റോൾ ദുൽഖർ സൽമാൻ ചെയ്യുന്നു എന്ന് മുൻപ് പറഞ്ഞതാണ്. എന്നാൽ ഡേറ്റ് ഇഷ്യൂ കാരണം DQ പടത്തിൽ നിന്നും പിന്മാറി. ഇപ്പോൾ ആ റോൾ ചിമ്പുവിന്റെ കൈകളിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആണ്ടവർ STR കോമ്പിനേഷൻ തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുന്നവർ കമന്റ് ചെയ്യുക. പ്രഭാസിന്റേതായി അടുത്ത റിലീസിനൊരുങ്ങുന്ന ബ്രഹ്മാണ്ഡ സിനിമയാണ് കൽക്കി 2829 AD. ഇതിൽ കമൽഹാസനും ഒരു പ്രധാന റോളിൽ വരുന്നുണ്ട്. ചിത്രത്തിന്റെ തിയേറ്ററിക്കൽ ആൻഡ് ഓഡിയോ റൈറ്റ്സ് എല്ലാം 400 കോടിക്ക് മുകളിലാണ് വിറ്റുപോയിരിക്കുന്നത്. മെയ് 9 ചിത്രം റിലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇലക്ഷനും മറ്റു ചില കാരണങ്ങൾ കൊണ്ട് റിലീസ് ഡേറ്റ് മാറ്റിയിരിക്കുകയാണ്.